യെസ്, പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ആഗോള ആശങ്കകൾ ഉയർത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം വീണ്ടും കടുപ്പിച്ചുകൊണ്ട് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ നാവിക ഉപരോധം തുടരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടി. പുതിയ ക്രമീകരണ പ്രകാരം ഇറാൻ്റെ നാവികസേന അനുവദിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് മാത്രമേ ടോൾ അടച്ച് കടന്നു പോകാനാകൂ. ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം നിഴലിക്കുന്നു. കടലിടുക്കിൽ പ്രതിസന്ധി രൂക്ഷമായാൽ അതിൻ്റെ ആദ്യ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അസംസ്കൃത എണ്ണയുടെ വില ഒരുപക്ഷെ ഉയരാം. പുതിയ പ്രതിസന്ധി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കും എന്ന ആശങ്ക ഉണ്ട് താനും. ആഗോള എണ്ണ വിപണി ഏത് സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്? അമേരിക്കൻ ഇറാൻ ശക്തി പ്രകടനത്തിൻ്റെ വില ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകേണ്ടി വരുമോ എന്നാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആഗോള എണ്ണ വിപണിയിൽ വലിയ ആശങ്കകൾ ഉയർത്തുകയാണ് ഇറാൻ്റെ പുതിയ നീക്കം. ഏതായാലും ഈ നീക്കത്തിനിടയിലും ഒരു ശുഭവാർത്ത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ, പ്രത്യേക ടോളുകൾ അടയ്ക്കണം എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും അതിന് തൊട്ടുപുറകെ ഇന്ത്യയുടെ ദേശ് ഖരീമ എന്ന വാണിജ്യ കപ്പൽ ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മാരിടൈം ട്രാഫിക് ഡാറ്റ നമുക്ക് നൽകുന്ന വിവരം. ആ മാരിടൈം ട്രാഫിക് ഡാറ്റ അനുസരിച്ച് ഇന്ത്യൻ കപ്പലുകളെ ഈ തടസ്സം ബാധിച്ചില്ല എന്ന ആദ്യ സൂചന നമുക്ക് ലഭിക്കുകയാണ്. ഏതായാലും ഇറാൻ എയർപോർട്ടുകൾ തുറക്കുന്നു. മെഹ്റാബാദ് എയർപോർട്ട് തുറന്നിരിക്കുന്നു, മാഷ്ഹാദ് എയർപോർട്ട് തുറന്നിരിക്കുന്നു, ബ്രിഡ്ജൻഡും ഗോർഗാനും സഹദാൻ എയർപോർട്ടുകൾ തുറന്നിരിക്കുന്നു, ഇമാം ഖൊമേനി ഇൻ്റർനാഷണൽ എയർപോർട്ട് തുറന്നിരിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു വിശ്വാസ വാഗ്ദാന ലംഘനമുണ്ടായി എന്നാണ് ഇറാൻ്റെ വലിയ ആക്ഷേപം. ആ ആക്ഷേപത്തിന് ബദൽ എന്ന രീതിയിലാണ് ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലവൻ ഇബ്രാഹിം അസീസും ഇത് അമേരിക്കയുടെ ഈ നീക്കം അനുവദിക്കാനാകില്ല എന്ന കനത്ത നിലപാടിൽ തന്നെയാണ്. ഏതായാലും ഇത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഇപ്പോൾ ഗൗരവത്തോടെ ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ദേശ് ഖരീമ എന്ന കപ്പൽ കടലിടുക്ക് പിന്നിട്ട് ഈ ഉപരോധത്തിനിടയിലും ഈ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ഘട്ടത്തിലും മുന്നേറാൻ കഴിയുന്നു ഇന്ത്യൻ കപ്പലുകൾക്ക് എന്നത് വലിയ ആത്മവിശ്വാസം രാജ്യത്തിന് നൽകുന്നു. ഏത് തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് ഇത് ഇനി തുടർ ദിവസങ്ങളിലേക്ക് പോകുക എന്ന പക്ഷേ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. എന്നോടൊപ്പം ശരത്ത് ബാലരാംപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശരത്ത്, ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാനാണ് നീക്കം. എന്താണ് ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ നയിക്കും എന്നാണ് ശരത്ത് കരുതുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം വളരെ കുറവാണ്. നമുക്ക് നമ്മുടെ കടുത്ത സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഏറ്റവും ഇറക്കുമതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഗതാഗതമായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ കിട്ടാതെ വന്നാൽ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിവരം എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നു. ദേശ് ഖരീമ എന്ന നമ്മുടെ കപ്പൽ, ഇന്ത്യൻ പതാകേന്തിയ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്ന് മുന്നോട്ട് നീങ്ങുന്നു എന്ന മാരിടൈം ട്രാഫിക് ഡാറ്റ ലഭ്യമായി കഴിഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ആശ്വസിക്കാനുള്ള വകയായ ഹോർമുസ് അടയ്ക്കും, അതിൽ കടുത്ത നിയന്ത്രണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. സർ, ട്രംപ് നിറം മാറുന്നത് പോലെ തന്നെയാണ് ഇപ്പം ഇറാന് നിറം മാറിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളുടെ ശ്രമഫലമായിട്ട് ഈ പ്രശ്നങ്ങൾ ഒരുവിധം തീരും എന്നുള്ള ധാരണയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പാഴാകുകയാണ് സാർ. അപ്പൊ എന്ന് വെച്ചാൽ ട്രംപ് എങ്ങനെയാണോ അതേപോലെ ഇറാനും ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ആ സ്വഭാവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ, ഏതായാലും ഈ ഇറാൻ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്, ട്രംപ് അനാവശ്യമായി അധികം സംസാരിക്കുന്നു എന്നാണ് ഇറാൻ്റെ ഒരു പ്രധാന ആക്ഷേപം. ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആണ് സെയ്ദ് ഖത്തീബ്സേഷാണ് പറയുന്നത് ഈ ഇത്തരം ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഈ ടർക്കിയിൽ വെച്ച് ചില ഡിപ്ലോമാറ്റ് ഫോറവുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ പിന്തുണയിൽ ഡൊണാൾഡ് ട്രംപ് വാഷിങ്ടണ് വീണ്ടും ബോംബുകൾ
വർഷിച്ചേക്കാം എന്ന ചില പ്രതികരണങ്ങൾ നടത്തിയതിനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് US പ്രസിഡന്റ് അനാവശ്യമായി അധികം സംസാരിക്കുന്നു എന്ന ഒരു ആക്ഷേപം, ഒരു പരാതി ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നോടൊപ്പം വർഗീസ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. വർഗീസ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഇത് വന്നിട്ട് ഒരു വലിയ ടാക്സ് എന്ന രീതിയിൽ ഇത് ഈടാക്കുന്നത് തീർച്ചും അന്യായമാണ്. ചെറിയ പൈസ എന്തെങ്കിലും ഒരു ഇതിൽ ഈടാക്കുന്നതിൽ തെറ്റുമില്ല. അവരുടെ അതിനകത്തോട് കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന്. ഇതിപ്പോ ഒരു ഭീമമായ തുക ഈടാക്കുമ്പോൾ അത് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ അതൊരു വലിയ ബാധ്യതയായി മാറും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷിജു എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ പറയുന്നു ഈ ചേർത്തല മന്തി മക്കളെ തിന്ന് വളർത്തിയ വിശ്വാസികൾക്ക് വോട്ട്. അപ്പം ചേർത്തലയിൽ വലിയ ഒരു വിവാദം നടന്നല്ലോ. അപ്പോൾ അത് ഹോട്ടൽ ഉടമകൾ മാപ്പൊക്കെ പറഞ്ഞു, അവർക്കെതിരെ നിയമ നടപടി ഉണ്ടായി. അപ്പോൾ ആ വിഷയമാണ് ഉയർത്തുന്നത് ഗ്ലാഡിയേറ്റർ. അവിടെ മന്തിയുടെ ചിത്രത്തിൽ ശ്രീകൃഷ്ണനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് വളരെ മോശമായൊരു പ്രവൃത്തി. അതിന് ഹോട്ടൽ ഉടമകളും ക്ഷമാപണവുമായും ഒക്കെ വന്നിട്ടുണ്ട്. അത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഡു യു ഫോളോ ദ സെയിം ഡ്രസ് പാറ്റേൺ ബാക്ക് ഹോം ആസ് യുവർ അനിമേഷൻ മനു എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ലുങ്കി അങ്ങനെ ഉടുക്കാറില്ല. എന്തുകൊണ്ടോ അങ്ങനെ മുമ്പൊക്കെ എടുത്തിരുന്നു, ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അതൊരു അനിമേഷൻ ചിത്രമല്ലേ. അപ്പോൾ ഈ ഡ്രസ് പാറ്റേൺ ആണോ ഞാൻ ഈ അനിമേഷനിൽ കാണിക്കുന്ന പോലെയാണ് വീട്ടിൽ താമസിക്കുന്നതെന്നാണ്. ഷിജുവിന് എന്തൊക്കെ അറിയണമെന്നറിയോ. ഓക്കെ, മുരളീധരൻ നായർ MN നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാറുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ജയകുമാറിന് ശേഷം സുനിൽകുമാർ വന്നിട്ടുണ്ട്. ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഐ വണ്ടർ ഹൗ ചന്ദ്രൻ നായർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു പൊതുവേദി ആൻഡ് മനോരമ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അങ്ങനെയുണ്ടോ? ചില ആളുകൾക്ക് എല്ലാ ചാനലിലേക്കും തുടരെ വിളിക്കുകയാണ്. ചന്ദ്രൻ നായർ പക്ഷേ നമ്മുടെ എത്രയോ കാലമായിട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന് ഇവിടേക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ചന്ദ്രൻ നായർ എങ്ങനെയാണ് ഈ എല്ലാ ചാനലുകളിലേക്കും വിളിക്കാൻ കഴിയുന്നതെന്നുള്ള അത് റിവീൽ ചെയ്യണം, അത് പുറത്തു വിടണം എന്നാണ് ഷിജു പറയുന്നത്. അപ്പോൾ ജയകുമാർ, സുനിൽകുമാർ, ചേർത്തലയിൽ നടന്നത് തിരിച്ചു മറ്റൊരു മതത്തിൽ എതിരായിരുന്നെങ്കിൽ ഇന്നിവിടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് സുനിൽകുമാർ എന്നോട് ചോദിക്കുന്നു. യെസ്, അപ്പോൾ ജയൻ ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീനാഥ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീനാഥ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീനാഥ്, കാട്ടാക്കടയിൽ നിന്ന്. കാട്ടാക്കട. ഞാൻ പറയണതേ, ഇപ്പൊ ഇറാൻ ഹോർമസ് തുറന്നു എന്ന് പറയണത് തന്നെ അടയ്ക്കണമെങ്കിൽ അവരടയ്ക്കട്ടെ. അവരുടെ അതിനുള്ള അവർക്ക് അടയ്ക്കാനുള്ള അവകാശം അധികാരം അവർക്കുണ്ട്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെയും അമിതമായിട്ടുള്ള ഒരു അധികാര കടന്നുകയറ്റം. ഇറാൻ എന്ത് ചെയ്യണമെന്ന് ഈ രാജ്യങ്ങളല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് സാമ്പത്തികമായിട്ട് നമ്മളെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അമേരിക്ക എന്നുള്ള രാജ്യത്തിന്റെ കീഴിൽ നമ്മളുടെ പരമാധികാരം കടം വെച്ചതുപോലെയാണ് ഇന്ത്യ നിൽക്കുന്നത്. കപ്പലുകൾ കുടുങ്ങി കിടന്നോട്ടേന്നാണോ? കപ്പലുകൾ കുടുങ്ങി കിടക്കണ്ടേ എന്നല്ല, പക്ഷെ അതിനുള്ളൊരു സാഹചര്യത്തിലൂടെ വഴി വെച്ചെന്തിനാണ് ഇന്ത്യയുടെ ചേരാ നയം വിട്ടിട്ട് അമേരിക്കയുടെ നയത്തിന്റെ പിറകെ പോയി നിന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇറാനുമായിട്ടും അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും എല്ലാം ഒരേ ബന്ധം കീപ്പ് ചെയ്ത് ഇതെല്ലാം നമുക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ IRGC നേവി കമാൻഡ് പറയുന്നു ഇത് നേരത്തെയുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസിലേക്ക് പോകും. ഇറാനിൽ നിന്നുള്ള കപ്പലുകൾ എത്ര കാലം ഭീഷണി അമേരിക്കയിൽ നിന്ന് നേരിടുന്നു അത്രയും കാലം ഈ ഹോർമുസ് കടലിടുക്കും ഇതേപോലത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ നിയന്ത്രണം ഉണ്ടാകും എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു തരത്തിൽ വാഗ്ദാന വിശ്വാസ ലംഘനം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് IRCG നേവൽ കമാൻഡ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. അപ്പോൾ ഇറാൻ കോൺസുലേറ്റ് ഹൈദരാബാദിൽ നിന്നും പറയുന്നുണ്ട് എവറി ബ്രീച്ച് ബൈ US വിൽ മീറ്റ് ആൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആണ്. അതായത് ഇറാന് മേൽ ഉള്ള ഇറാൻ കപ്പലുകൾക്ക് മുകളിലുള്ള ഏത് തരത്തിലുള്ള ഒരു കടന്നുകയറ്റം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ സമാനമായ രീതിയിലുള്ള മറുപടി ഉണ്ടാകും എന്ന് IRCG നേവി കമാൻഡ് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് ഈ അമേരിക്ക ഇറാൻ കപ്പലുകളെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയാൽ സമാനമായ തിരിച്ചടി അവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് വെക്കുന്നത്. അപ്പോൾ ഇറാൻ അടുത്ത തലത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നു. ഇത്
അടുത്ത വട്ട അനുരഞ്ജന ചർച്ചകൾക്കുള്ള വേദിയിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണ് എന്ന IRCGയുടെ വിവരങ്ങൾ ആണ് തസ്നീം ന്യൂസ് ഏജൻസി പങ്കുവയ്ക്കുന്നത്. ടെഹ്റാൻ കൺവേഡ് ദ ഡിസിഷൻ ടു US ഒഫീഷ്യൽസ് എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു വിവരം ടെഹ്റാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനാണ് ഈ ഒരു അനുരഞ്ജന ചർച്ചകൾക്ക് വേണ്ടി ഒക്കെ വലിയ ഒരു മുൻകൈ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിന് അതിലെ വിശ്വസനീയത പല രാജ്യങ്ങളും ചോദ്യം ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഇതിന് എത്രമാത്രം കഴിയുമെന്നുള്ള സംശയം പലരും മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഏതായാലും അതിൻ്റെയൊക്കെ പ്രതിഫലനം ആ രീതിക്ക് തന്നെ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിലെ പാകിസ്ഥാൻ്റെ ചർച്ചയൊന്നും ഫലം കണ്ടിട്ടില്ല, പാകിസ്ഥാൻ്റെ മധ്യസ്ഥത വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടുകൂടി വീണ്ടും അനുരഞ്ജന ചർച്ചകൾക്കുള്ള ശ്രമം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച യോഗം ചേരും. അതോടുകൂടി ട്രംപ് ഈ വെടിനിർത്തൽ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ താൻ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുന്നു. ഇറാന് മുകളിൽ അപ്പോഴേക്കും ഈ തർക്കം തുടരുന്ന ഘട്ടത്തിൽ തന്നെ ലെബനൻ സീസ്ഫയറിനെ സംബന്ധിച്ചും ലെബനനിൽ വെടിനിർത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മറ്റൊരു വശത്ത് നടത്തുന്നു. ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഒരു യെല്ലോ ലൈൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നു. അതായത് 55 ഗ്രാമങ്ങളിലേക്ക് ആളുകൾ കടക്കുന്നത് തടഞ്ഞുകൊണ്ട് ലെബനനുമായുള്ള സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ 55 ഗ്രാമങ്ങളിലേക്ക് ആളുകൾ കടക്കുന്നതിനെ തടയും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതോടുകൂടി ഇത് ലോകം വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് എനിക്ക് പുറത്തു വരുന്നത്. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. സന്തോഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഈ ഇറാൻ ഇത് അടയ്ക്കുന്നതിന് എനിക്ക് ഒരു തെറ്റും പറയാനില്ല. കാരണം അമേരിക്ക ട്രംപിന്റെ ഈ ഒരു ചെറ്റത്തരം എന്ന് പറയാം, ചെറ്റത്തരം കൊണ്ട് തന്നെയാണ്. പിന്നെ പാകിസ്ഥാന് പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഏതെങ്കിലും ഒരു രാജ്യം മുന്നോട്ട് വന്നോ പിന്നെ ചർച്ചയ്ക്ക് ശ്രമിക്കാൻ വേണ്ടി മധ്യസ്ഥം വെക്കാൻ വേണ്ടി ഒരു രാജ്യം വന്നിട്ടില്ലോ. അപ്പോൾ ഏത് രാജ്യം ശ്രമിച്ചാലും ഈ ചർച്ചയ്ക്ക് അത് മധ്യസ്ഥം നിന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഇന്ത്യക്ക് വേണമെങ്കിൽ മധ്യസ്ഥയിൽ നിൽക്കാമായിരുന്നു, അത് ചെയ്യുന്നില്ല. പിന്നെ ഇസ്രായേല് ലെബനോണിൽ ഒരു വെടിനിർത്തൽ കരാർ 10 ദിവസത്തേക്ക് വന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും അവിടെ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ അത് പ്രതികരിക്കും. ഇപ്പം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് രാജ്യങ്ങളെയും വ്യക്തമാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമാണെന്ന് പറയുന്നത്. എനിക്ക് ഒപ്പം ജലാസ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. ജലാസ് ദുബായിൽ നിന്ന് വിളിക്കുകയാണ് അല്ലേ? ജലാസ് ടിവിയിൽ ശ്രദ്ധിക്കേണ്ട, ഫോണിലേക്ക് നോക്കി പോകും. ജലാസ്, ജലസിന് കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ജലസിന് മറുപടി പറയാൻ കഴിയാത്തത്. ഫോണിൽ കാരണം ടി വി കുറച്ചൊരു ഡിലേ ഉണ്ടാകുമല്ലോ, അപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ടാണ്. ജലസ് കേൾക്കാമോ? അതെ, ടി വിയിൽ ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഈ ഫോണിൽ ഇത് സംസാരിക്കുമ്പോൾ അങ്ങേക്ക് കൂടുതൽ നേരത്തെ കേൾക്കാൻ കഴിയും. ഓക്കെ ജലസ്, അവിടെ നമ്മുടെ അവിടുത്തെ ആളുകൾ എന്താണ് ഇപ്പോൾ പറയുന്നത്? ഈ കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയാണ്, ഹോർമുസ് കടലിടുക്ക്. രാജ്യത്ത് എണ്ണവില കുതിക്കുമോ എന്ന ആശങ്ക ഇങ്ങനെ നിൽക്കുകയാണ്. എണ്ണ കിട്ടാനുണ്ടാതെ ആകുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പെട്രോളിൻ്റെ വില ഒരു വലിയ തോതിൽ ബാധിച്ചിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ അത് ബാധിച്ചേക്കാം എന്ന ആശങ്ക ഉയരുകയാണ്. പ്രീമിയം പെട്രോളിൻ്റെയൊക്കെ വില വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ആളുകൾ പറയുന്നത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു പൊതു നിലപാടെന്താണ്? ഇവിടെ നിന്നുള്ള ആൾക്കാരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യം അവര് മുൻകൈയെടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഒരു മുൻകൈയെടുത്ത് ക്രിയാത്മകമായ ഒരു ഇടപെടൽ വേണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ? എന്നെ സംബന്ധിച്ചോളം എന്റെ അഭിപ്രായം അതാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പക്ഷേ ഈ പാകിസ്ഥാൻ അവരിത് പിന്നെ ഒത്തുതീർപ്പിന് വേണ്ടി ഫീൽഡ് മാർഷൽ അസിം മുനീറും ഒക്കെ ഷഹബാസ് ഷെരീഫും ഒക്കെ മുൻകൈയെടുത്ത് ഒരു റൗണ്ട് ചർച്ച നടത്തി, പക്ഷേ അത് വിജയിച്ചിട്ടില്ല. അടുത്ത റൗണ്ട് ചർച്ചകൾക്ക് അവർ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നു. തിങ്കളാഴ്ച വീണ്ടും ഷഹബാസ് ഷെരീഫ് തുർക്കിയിൽ നിന്ന് മടങ്ങി അവിടെ എത്തി ശേഷം വീണ്ടും ഈ ചർച്ചകൾ നടത്തും എന്ന് പറയുന്നു. അവർ 3 ദിവസം ഒരു സന്ദർശനം തെഹ്റാനിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? We can see hope for the best. നമുക്ക് പീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം. അതിന്റെ സൈഡിൽ കൂടി തുരങ്കം വെക്കുന്ന പരിപാടികളാണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഏതായാലും ഈ അവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മലയാളികൾ പ്രവാസികൾ അവരുടെ ആശങ്കകൾ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ അല്ലേ? സ്വാഭാവികമായും ആളുകൾ കുറെ കൂടി ഇതൊക്കെ എല്ലാവർക്കും ആശങ്ക തന്നെയാണ്. ആശങ്കയാണോ? ഓക്കെ, ശരി. ജലസ് നാട്ടിൽ എവിടെയാണ് താമസിക്കുന്നത്? ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തിയിലാണോ ജാംനഗറിലേക്ക് പോയോന്ന് എനിക്കറിയില്ല. പള്ളുരുത്തിയിലുണ്ട്. ആ, ഓക്കെ. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പോകുള്ളൂ. അതെയാ? ആ. ഏതായാലും ഈ കടലിടുക്ക് അടച്ചു എന്ന് പറഞ്ഞതിന് പുറകെ ഞാൻ ഇന്നത്തെ ടൈംസിൽ കണ്ടത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമ്മുടെ ഗർവാസി സാഷാൻ പറഞ്ഞ കൂട്ട് കോംപ്ലിമെന്റ്സ് ആയി എന്നാണ് അന്ന് ടൈംസിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ താങ്കളുടെ ഇപ്പൊ ന്യൂസ് ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് അറിയുന്നത് വീണ്ടും അത് എവിടെ എത്തിയില്ല എന്നുള്ളത്. അത് വീണ്ടും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു സന്തോഷ വാർത്ത, നമ്മുടെ ദേശ് ഗരീമ എന്ന ഇന്ത്യൻ കപ്പല് ഈ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ കടന്നു വന്നു എന്നാണ്. അത് എത്ര കാലം അങ്ങനെ ഇന്ത്യൻ കപ്പലുകൾ മാത്രമായിട്ടൊക്കെ വരാനൊക്കും? അവിടെ ഈ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 രാജ്യങ്ങളുടെ കാര്യം മാത്രമല്ല, ഇതിന്റെ ഒരു ട്രിപ്പാട്രിയേറ്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് 3 കക്ഷികൾ, ഇസ്രായേലും ഇതിന്റെ അകത്ത് സഫർ ചെയ്തത് ഇറാൻ കാരണം. അപ്പൊ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. എനിക്ക് അറിഞ്ഞുകൂടാ. അവരെയും കൂടി ചർച്ചയ്ക്ക് വിളിക്കേണ്ടതല്ലേ? കാരണം ഇവര് ഈ ഇറാൻ പറയുന്ന ഒരു കണ്ടീഷനോട് ആരും യോജിക്കില്ല. കാരണം ഞാൻ എവിടെയെല്ലാം ഗുണ്ടകളെ വളർത്തി വിട്ടിട്ടുണ്ടോ, ഇപ്പൊ ഞാനിവിടെ എറണാകുളം ജില്ലയിൽ ഇരിക്കുന്നു, തിരുവനന്തപുരത്തോ കൊല്ലത്തോ അവിടെയുള്ളവരൊന്നും പോലീസുകാരും തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ? എല്ലാവർക്കും ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ തരുന്ന അതിനൊക്കെ നല്ല അടിയുള്ളൂ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ അവർ കുറച്ച് വിട്ടുവീഴ്ച കാണിച്ചാൽ അത് 100% അമേരിക്ക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് തുടക്കം കുറിച്ചതേ ആ ബലകമാണല്ലോ, അവിടെ എഴുതി വെച്ചിട്ട് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നുള്ളതും. പിന്നെ തുടർന്നുണ്ടായ ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ബാക്കി സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് ഈ ഇറാനിന് കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണം. ഇതെല്ലാവരും വിട്ടു നിൽക്കുകയല്ലേ. അവരുടെ മുറ്റത്തെത്തുമ്പോൾ മാത്രമേ അവർ ഇതിന്റെ അകത്ത് ഇറങ്ങുള്ളൂ. പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു തരം രാഷ്ട്രമാണ്. അതുകൊണ്ട് അവർ കയറി മീഡിയേഷന് അതിന് നടുക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അതുപോലെ ഒന്നും ചെയ്യില്ല. പലരും പറഞ്ഞിട്ട് ഇന്ത്യ മുൻകൈ എടുത്ത് ചെയ്യണമെന്ന്. അത് ഇന്ത്യ വളരെ പ്രൊഫഷണലി മാനേജറാണ്. പ്രത്യേകിച്ച് ജയശങ്കർ എന്നൊക്കെ പറഞ്ഞാൽ ഈ രംഗത്ത് വളരെ പരിചയമുള്ളവരും അതുപോലെ പല വ്യക്തികളും ഒക്കെ ആലോചിച്ചിട്ട് ഇന്ത്യ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഗതി നടക്കും. പക്ഷെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ട്രംപിനെ പോലെ ഇന്നൊന്ന് പറയുന്നു, നാളെ വേറൊന്നാകുന്ന എന്തൊക്കെയോ ഹിഡൻ അജണ്ട. പിന്നെ അദ്ദേഹത്തിന്റെ മെഗ്ലോമാനിയ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തെ പിടികൂട്ടിയിട്ടുണ്ട്. അത് എനിക്ക് ശേഷം, അതായത് അദ്ദേഹത്തെ പോലെ ഇരിക്കുന്നതിനേക്കാളും വലിയൊരു പൊസിഷനാണ് ഞാൻ ലോകത്തിൽ തന്നെ ആളെന്നുള്ളത്. എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും അമേരിക്കയ്ക്ക് ഇല്ല, അത് വേറെ വിഷയം. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നത്. എന്ത് വന്നാലും സഫർ ചെയ്തേ മതിയാവും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അഞ്ജലി ദിനേശ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കണ്ണുകളൊക്കെ ഇങ്ങനെ ചുരുക്കുന്നൊരു സ്മൈലി അയച്ചിട്ടുണ്ട്. യുദ്ധത്തെ പറ്റിയുള്ള വലിയ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് തുറന്നു കിടന്നു. അന്യായമായ ആക്രമണത്തെ എത്തിക്കുകയോ ഇറാനെ ഒന്നും വാക്കുകൊണ്ട് പോലും ഉപകാരം ചെയ്യാത്തവരെ ഇറാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ബഷീർ അജ്മൽ എന്നോട് പറയുന്നു, യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് തുറന്നു കിടന്നത് അന്യായമായ ആക്രമണത്തെ എതിർക്കുകയോ ഇറാന് വാക്കുകൊണ്ട് പോലും ഉപകാരം ചെയ്യാത്തവരെ ഇറാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് ശരിയായ തീരുമാനം അല്ല. എണ്ണവില ഉയരും, വിപണി കലങ്ങും, നീണ്ടാൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാകും എന്ന് നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റായ അപർണ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ചൈതരൻ പിള്ളൈ എന്നോട് പറയുന്നു, ചേർത്തലയിലെ മന്തിക്കാരനെ ചേർത്തലക്കാരൻ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളും, കായികമായി അല്ല, കച്ചവടം പൂട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു, വേർ യു എന്നാണ് ചോദിക്കുന്നത്. വി മിസ് യു മോർ ഡേയ്സ് എന്ന് പറയുന്നത്. അതെ, ഞാനും നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു സതി ബാബുരാജ്. ഞാനിപ്പോൾ പലപ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ അവധിയെടുത്ത് വീട്ടിൽ പോകുമ്പോഴും പൊതുവേദി പ്രേക്ഷകർ എന്നെ ഓർക്കുന്നുണ്ടാകുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അത് സതി ബാബുരാജിനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ചില പ്രേക്ഷകരെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളാണ് സതി ബാബുരാജ്. അവർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് സതി ബാബുരാജും അവരുടെ ഭർത്താവും. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ആശംസകൾ. വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞു രണ്ടുപേർക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നു, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും നിറയെ ചുവന്ന ഹൃദയങ്ങൾ കിട്ടുന്നു എന്നതാണ് എൻ്റെ ഒരു സവിശേഷത. ചേർത്തലയിലെ അറിവില്ല പൈതങ്ങൾ കാശു മുടക്കി കൂലിക്ക് ആളെ വെച്ച് സ്റ്റാറ്റസ് ഇട്ടെന്ന്. ശരി പോട്ടെ. അപ്പോൾ ഗ്ലാഡിയേറ്ററെ വേദനിപ്പിക്കുന്നത്
ഈ ഈ ഈ മന്തിയുടെ ചിത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പടം വന്നതാണ്. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടവർ സ്റ്റേറ്റ് വിട്ടു എന്നാണ് അറിയുന്നതെന്ന് വേറെ ചിലർ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ മുരളി എന്നോട് പറയുന്നു, യുദ്ധം മൂലം കോട്ടമില്ലാതെ നേട്ടമുണ്ടോ, കോട്ടമല്ലാതെ നേട്ടമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഒരു യുദ്ധവും ഒരു നേട്ടവും ആർക്കും ഉണ്ടാക്കില്ല. മനോജ് പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മനോജ്, ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. ഇത് പറയാനുള്ളത്, നമ്മുടെ ഇത് വേൾഡിനെ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് പാകിസ്ഥാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാന് അത് വിടാനുള്ള കാരണത്തിൽ ട്രംപിന് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം അദ്ദേഹത്തെ അതെ 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 അവിടുത്തെ സാമ്പത്തിക അവസ്ഥയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ കരുതലോടെ അത് ശ്രദ്ധിക്കുകയാണ്. ഇന്ത്യയുടെ കപ്പലുകൾ പോരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, വേൾഡിലെ മുഴുവൻ സിറ്റിസണിനും റൈറ്റ് ഉണ്ട്. അവരത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും മറ്റതൊക്കെ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഈ ഹോർമൂസ് ഇതുപോലുള്ള എല്ലാ പ്രദേശങ്ങളും ഇന്ത്യ മാരിടൈം നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അത് ഫ്രീ ആയി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി, ഫ്രീ ട്രേഡ്, ഫ്രീ എക്കണോമിക് സോണ്, ഫ്രീ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറണം. മുഴുവൻ രാജ്യങ്ങൾക്കും അതിനകത്തൊരു കൺട്രോൾ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വതന്ത്രമായി പോകാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറേണ്ടത്. അത് ഇവിടെ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ആ നിയമങ്ങൾ വരത്തക്കണം. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ തരത്തിൽ പോകണം എന്നുള്ളതാണ്. അത് ലോകത്തുള്ള മുഴുവൻ ജനതയുടെയും അവകാശത്തെ ഹനിക്കുന്ന, ഇവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ഹനിക്കുന്നതാണ്. നമുക്ക് തന്നെ ഇവിടെ അറിയാം, നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നം, കറണ്ടിന്റെ പ്രശ്നം, മറ്റ് ഉള്ള എല്ലാ കാര്യങ്ങളിലും നിത്യോപയോഗ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഒരു കടലിടുക്ക് അടക്കുന്നത് വെറും ഒരു പ്രാദേശിക വിഷയമല്ല. ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്, ഒരു ആക്രമണത്തെ ഉപരിയായിട്ട് അത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ കൺസെപ്റ്റ് ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സിന്റെ മൊത്തത്തിലുള്ള ഒരു വയലേഷൻ ആണ്, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് എന്ന് കണ്ടുകൊണ്ട് അത് ഇടപെടണം എന്നുള്ളതാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും അശുഭകരമായ ചില വാർത്തകൾ ഇതാ പുറത്തു വരുന്നു. 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി എന്ന് പറയുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി എന്ന് പറയുന്നു. ഗൺഫയർ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചാണ് വെടിവെപ്പുണ്ടായത് എന്ന് വ്യക്തമല്ല. പക്ഷേ വെടിവെപ്പുണ്ടായിരിക്കുന്നു എന്ന് ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നു. പക്ഷേ ഇന്ത്യയുടെ ദേശ് ഗരിമ എന്ന കപ്പൽ ഈ കടലിടുക്ക് കടന്ന് വളരെ വിജയകരമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മാരിടൈം ട്രാഫിക് ഡാറ്റയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ മറ്റ് 2 കപ്പലുകൾക്ക് അവിടെ വെടി ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. അത് ഏതാണ് എന്ന് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ്. ബിനോയ്, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. നമസ്കാരം മനോജ്. നമസ്കാരം. എങ്ങനെയാ പറയാൻ പറ്റുക? ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാറി. പിന്നെ മധ്യസ്ഥനായിട്ട് വന്ന ആളുകൾ കേട്ടാൽ നമുക്ക് ചിരിക്കും. പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫ്, രാജ്യമില്ലാത്ത രാജ്യം, 1 വർഷത്തിൽ 5 പ്രധാനമന്ത്രിമാര് മാറുന്ന രാജ്യം, പട്ടാളക്കാർ എപ്പോഴും പിടിച്ചെടുക്കുന്ന രാജ്യം. അവരുടെ മധ്യസ്ഥതയിലൊന്നും തീരൂല. പക്ഷെ ഇന്ത്യ ശക്തമായ ഒരു നിലപാടെടുത്ത് അമേരിക്കയെയും വരെയും വിളിച്ച് മധ്യസ്ഥമായി ചർച്ച തുടങ്ങിയാൽ ഉറപ്പായിട്ടും തീരും. പക്ഷെ ഇന്ത്യ എന്തുകൊണ്ടോ മുൻകൈ എടുക്കുന്നില്ല. ഇന്ന് പോലും ഇറാൻ നമുക്ക് ഒരു അനുകൂലം തന്നിരിക്കുകയാണ്. ബാക്കിയുള്ള കപ്പലുകളെല്ലാം തടയുമ്പോഴും ഇന്ത്യയുടെ കരിഷ്മ പോലെയുള്ള കപ്പലുകൾ കടത്തിവിട്ടു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് ഇന്ത്യക്കുള്ള ഒരു ബന്ധവും നയതന്ത്രവും ഒക്കെ ഇപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല, അത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ഉള്ള ഒരു നയതന്ത്ര ബന്ധമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ട്രംപ് ഇപ്പോൾ പറയുന്നത് വെടിനിർത്തൽ ബുധനാഴ്ചയോടുകൂടി അവസാനിക്കും എന്നതാണ്. വലിയ ആശങ്ക നൽകുന്ന ഒരു പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ട്രംപ് പറയുന്നത് സീസ് ഫയർ അധികകാലം നീളില്ല, ബുധനാഴ്ചയോടുകൂടി വെടിനിർത്തൽ അവസാനിക്കും. 2 ആഴ്ചത്തെ ഒരു മധ്യേഷ്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു വെടിനിർത്തൽ ബുധനാഴ്ച അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ പോർട്ടുകൾ വിൽ റിമെയിൻ ഇഫ് നോ ഡീൽ ഈസ് റീച്ച്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ പോർട്ടുകളിലുള്ള ബ്ലോക്കേഡ് താൻ തുടരും, അല്ലെങ്കിൽ അവിടെ ഇറാൻ പോർട്ടുകളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയും. ഇറാൻ ഒരു നയതന്ത്രപരമായ ഒരു കരാറിന് തയ്യാറായില്ലെങ്കിൽ അത് അപ്പുറത്തേക്ക്, അതായത് ബുധനാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പോകില്ല. ഇറാന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകും എന്ന് പറയുന്നു. അമേരിക്ക ഈ ഒരു നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കൂടി അവിടെ നിന്ന് ഉള്ള പ്രതികരണങ്ങൾ വരുന്നു. അമേരിക്കയ്ക്ക് അവരുടെ തന്നിഷ്ടം നടപ്പിലാക്കാൻ കഴിയില്ല.
മാത്രവുമല്ല അവർക്ക് യാതൊരു തരത്തിലും ഈ കപ്പൽ ഗതാഗതത്തെ തടയാൻ അമേരിക്ക കഴിയില്ലെന്ന് ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ വ്യക്തമാക്കുകയാണ്. ഈ അവിടെ ആ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്ന് ഇറാൻ മിലിറ്ററി വ്യക്തമാക്കുന്നു. അമേരിക്കയ്ക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ ഒരു ഉപരോധം ഏർപ്പെടുത്താനാകില്ല, അവരുടെ നല്ല താല്പര്യങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നു. മാത്രവുമല്ല അവിടെ ഈ തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് സയ്യിദ് ഖത്തീബ്സേദി അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ടർക്കിഷ് ഡിപ്ലോമാറ്റുകളുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ട്രംപ് പക്ഷേ ബുധനാഴ്ച കഴിഞ്ഞാൽ ഒരുപക്ഷെ വെടിനിർത്തൽ അവസാനിക്കും എന്ന വാക്കുകൾ വരുന്നു ട്രംപിൻ്റെ ഭാഗത്ത്. സുബ്രഹ്മണ്യൻ പെരുമ്പാവൂരിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. സുബ്രഹ്മണ്യൻ നമസ്കാരം. സുബ്രഹ്മണ്യനായിട്ട് സംസാരിച്ചിട്ട് കുറെ ദിവസമായല്ലോ അല്ലേ? ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകനാ, അതെനിക്കറിയാം. പക്ഷെ കുറെ ആയിട്ട് വിളിക്കാറില്ല നമ്മുടെ ചാനൽ മാത്രം. പക്ഷെ വിളിക്കാറില്ല ഇങ്ങോട്ടേക്ക് കുറെ വിളിച്ചു, ഇന്നലെ മാത്രമേ കിട്ടാത്തുള്ളൂ. ഇന്നലെ കിട്ടിയില്ല. ഞാൻ പിന്നെ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ടായിരിക്കും. കിരണിനോട് സംസാരിച്ചു കിടക്കെ. കിരൺ ബാബു ഉള്ളപ്പോ മാത്രമേ വിളിക്കാറുള്ളൂ. അല്ല, അയ്യോ സോറി, സാറ് ദിവസം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയലേ. അപ്പൊ എന്റെ അഭിപ്രായം, ഇത് ലോക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇറാന് ചെയ്യാവുന്നത് ഇറാൻ ചെയ്യുന്നു, അതാണ് ഇറാൻ ചെയ്യുന്നത്. ട്രംപിന് ചെയ്യാവുന്നതും നെതന്യാഹുവിന് ചെയ്യാവുന്നതും അവർ ചെയ്യുമ്പോൾ ഇറാന് പിടിക്കാൻ പറ്റുന്ന മേഖല ഇറാൻ പിടിക്കുന്നു. പക്ഷെ ഇത് നമ്മളെ പോലെയുള്ള മൂന്നാം കിട ലോകരാഷ്ട്രങ്ങളെ ബാധിക്കും. യുദ്ധം അടക്കളവരെ ബാധിച്ചല്ലോ. പിന്നെ ഇതില് എന്റെ ഒരു ചിരിക്കാനുള്ള ഒരു സംഭവം, പാകിസ്ഥാൻ സമാധാനത്തിന് വേണ്ടി പോരാടുന്നു. ഇനി പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ തൂക്കി തോപ്പിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ ശ്രീ സുബ്രഹ്മണ്യന് ഇത് കുറേ കാലത്തിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ എന്നോട് സെബാസ്റ്റ്യൻ പറയുന്നത്, സെബാസ്റ്റ്യൻ CA ആണ്, CA 9306. അപ്പോൾ കുറച്ച് 2-3 സെബാസ്റ്റ്യന്മാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. ഹോർമിസ് വീണ്ടും ബ്രാൻഡായി എന്ന് പറയുന്നു. KAC എന്നോട് പറയുന്നു, മനു താങ്കളെയും ഈ ചാനലിനെയും ഞാൻ ഇറാനോട് ഉപമിക്കുന്നു എന്ന്. എനിക്കത് മനസ്സിലായില്ല, അതെന്താണ് ഇറാനോട് ഉപമിക്കാൻ കാരണം? നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലുത്. അപ്പോൾ പിന്നെ ബ്രാൻഡിയും ഉണ്ടെന്ന്, ഹോർമുസ് എന്ന പേരിൽ. അത് ഞാനറിയില്ല കേട്ടോ, ഞാനിത് കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഹോർമുസ് എന്ന പേരിൽ ബ്രാൻഡി പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് എന്നോട് സെബാസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, ഏതായാലും അത് വാങ്ങി കഴിക്കാതിരിക്കുകയാണ് സെബാസ്റ്റ്യൻ നല്ലത്. പിന്നെ സുനിൽകുമാർ പറയുന്നു, ഭൂകമ്പം വരെ അതിജീവിക്കുന്ന ചൂരൽമലയിലെ ഓട്ട വീടിനെ പറ്റി ഒരു ചർച്ച വേണം എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് എന്താണ് ഇത്? കെട്ടിടങ്ങൾ ഇപ്പോൾ ഈ ചൂടും തണുപ്പും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായി മാറുന്നൊരു സാഹചര്യത്തിൽ ചെറിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് എത്ര ഗൗരവമുള്ളതാണ്, എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇത് വരട്ടെ. നമുക്ക് ഏതായാലും അത് ഒരു ചർച്ച ചെയ്യാം. നമ്മൾ എല്ലാറ്റിനെയും നമ്മൾ ഒരു വിള്ളൽ കണ്ടുപിടിക്കാൻ നോക്കണ്ട എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. ഏതായാലും ഇന്ന് മന്ത്രി അവിടെ ചെന്ന് വിള്ളൽ എന്താണെന്നൊക്കെ പരിശോധിച്ച് അതിനെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നു. ഓക്കെ, പ്രമോദ് നാണു എനിക്ക് നിറയെ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. പ്രമോദ് നാണു പിന്നെ ഈ 6 ഹൃദയങ്ങളാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ പ്രമോദ് നാണുവിന് ഞാൻ ഒരു 12 ഹൃദയം അങ്ങോട്ടേക്ക് അയക്കാം. മുരളി എന്നോട് ജയ് ഭാരത് എന്ന് പറയുന്നുണ്ട്. നിറയെ ചുവന്ന പൂക്കൾ. അപ്പോൾ മറ്റേ പ്രമോദ് നാണു എനിക്ക് കാവി ഹൃദയങ്ങളാണ് അയച്ചതെങ്കിൽ ഷിജു എനിക്ക് ചുവന്ന പുഷ്പങ്ങൾ. അപ്പോൾ നിറയെ ചുവന്ന പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10-30 പൂവ് അയച്ചിട്ടുണ്ട്. ഞാനും ഒരു 10-40 പൂവ് അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഞാൻ സമയമുള്ളതൊക്കെ അയക്കാം ഷിജു. അപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ നയതന്ത്രത്തെ നമിക്കുന്നു എന്ന് അജിത് കുമാർ എന്നോട് പറയുന്നു. ശിവദാസൻ പറയുന്നു, നമസ്കാരം. ഹൗ ഇന്ത്യ ക്യാൻ ബിലീവ് US പ്രസിഡന്റ് ആൻഡ് ടേക്ക് ഡയലോഗ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അമേരിക്ക എന്ന് പറയുന്നത് വളരെ ജെനുവിനായ ഒരു ചോദ്യമാണ് ശിവദാസൻ TKയുടേത്. ഈ ട്രംപിനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ അമേരിക്കയെ പെട്ടെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നാണ്, ഇതിൻ്റെ ഇടയിൽ ചാടിയാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ശിവദാസൻ TK എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നോട് പറയുന്നു 10 മുഖ്യമന്ത്രിമാർ UDF അത് ചർച്ച ചെയ്യണമെന്നായിരിക്കും. ഓക്കെ, നമുക്ക് അതെല്ലാം ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു ഇലക്ഷൻ ചാനൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം 6 മണിക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇടമലക്കുടിയിലെ പാവങ്ങൾ 65 ടൺ റേഷൻ അരിയും മറ്റു സാധനങ്ങളും കൊള്ളയടിച്ച് ഈ കൊള്ളക്കാരെ പറ്റി ഒരു ചർച്ച നടത്തണമെന്ന് എന്നോട് സുനിൽകുമാർ പറയും. നടത്തിക്കളയാം. പാകിസ്ഥാൻ മുന്നിട്ടിറങ്ങി പ്രശ്നപരിഹാരമുണ്ടായ ലോകാവസാനം വരെ ആ നാണക്കേട് നമുക്ക് പേറേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണൻകുട്ടി. അല്ല, നമുക്കിപ്പോൾ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതിനോട് ഒരു ശ്രീ കൃഷ്ണൻകുട്ടി, അത് പാകിസ്ഥാനല്ല, ഏതൊരു അല്ലെങ്കിൽ ഒരു നരകരാജ്യമായാലും
ആരെങ്കിലും നല്ലത് ചെയ്യുന്നതിനെ നമ്മൾ എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഇവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആശങ്ക പ്രകടിപ്പിച്ചത്. അത് പറ്റിയില്ല, ആദ്യത്തേത് പൊളിഞ്ഞു, സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യം സ്വന്തം രാജ്യത്തെ ഈ തീവ്രവാദവും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. ഏതായാലും ലോക സമാധാനത്തിന് പാകിസ്ഥാനായാലും മുന്നോട്ട് വരുന്നത് ഒരു നല്ല കാര്യം തന്നെ. സമാധാനത്തെക്കുറിച്ച് അവർക്ക് ഒരു ബോധ്യം ഇനിയെങ്കിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നാണക്കേട് നമുക്കൊന്നുമില്ല. വിജയിച്ചാൽ അവർക്ക് നല്ലത്, പരാജയപ്പെട്ടാൽ ആ നാണക്കേട് അവർക്ക് തന്നെ. നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ച് കിട്ടണം എന്നത് ആഗ്രഹിക്കുന്നവരാണ് നമ്മളും. അപ്പോൾ ഇറാൻ സഹായിക്കും, ട്രംപ് നമ്മുടെ രാജാവ് എന്ന് പറയുന്നു. ഓക്കെ, സെബാസ്റ്റ്യൻ ഗ്ലാഡിയേറ്റർ പറയുന്നു, ഭാരതം വ്യാവസായിക അടിസ്ഥാനത്തിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് ബയോഗ്യാസ് വിതരണം ചെയ്ത് സ്വയം പര്യാപ്തത നേടണം എന്ന് എന്നോട് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഷാഫി മദീനക്കുന്ന് എന്നോട് പറയുന്നു, എല്ലാ നിയമങ്ങളും ട്രംപ് എടുത്തു വെച്ചാൽ രാജ്യങ്ങൾ എവിടെ പോയി പരാതി പറയും എന്ന് ഷാഫി എന്നോട് ചോദിക്കുന്നു. പിന്നെ ശശിധരൻ പിള്ള പറയും, ചില പ്രത്യേക ആൾക്കാർ മാത്രം പൊതുവേദിയിൽ സ്ഥിരം കോൾ കിട്ടുന്ന അവസാനിപ്പിക്കാൻ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. അത് എങ്ങനെയാണ്? ശശിധരൻ പിള്ളയ്ക്ക് എല്ലാ ദിവസവും ധാരാളം കമൻറ്റ് അയക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ ഒന്നോ രണ്ടോ കമൻറ്റ് വായിക്കുന്നുണ്ടെങ്കിലും ശ്രീ ശശിധരൻ പിള്ളയുടെ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്നെ വിമർശിക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ അത് വിട്ടുകളയാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ചിലർക്ക് മാത്രം കിട്ടുന്നു എന്നുള്ള. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നു, ഇന്ത്യ സാമ്പത്തിക സ്ഥിതിയിൽ 6 സ്ഥാനത്തേക്ക് അലച്ച് തലതല്ലി വീണു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടെന്ന്. അത് നോക്കാം നമുക്ക്. ശക്തമായ മീഡിയേറ്റർ ഇല്ലാതെ ഈ അരക്ഷിതാവസ്ഥ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ ഒരു നല്ല മീഡിയേറ്റർ അല്ല എന്ന് എന്നോട് സബീന സുൽഫി പറയുന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് അടിയന്തരമായി വിളിച്ചു ചേർത്ത് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്യണമെന്ന് AK കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു. ഇന്ത്യ എവിടെയെങ്കിലും പുറകോട്ട് പോയി എന്ന് കേട്ടാൽ സന്തോഷിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് സുനിൽകുമാർ പരിഹസിക്കുന്നു. നമ്മുടെ രാജ്യം താഴേക്ക് പോകുമ്പോൾ സന്തോഷിക്കുന്നവരെ എന്ത് വിളിക്കണമെന്ന് മുരളി ചോദിക്കുന്നു. അതൊക്കെ കൃഷ്ണൻ കുട്ടികളുടെ മറുപടിയാണ്. ബയോഗ്യാസ് സിലിണ്ടർ വന്നാൽ പശു വളർത്തൽ ലാഭകരമാകും എന്ന് എന്നോട് ഗ്ലാഡിയേറ്റർ പറയുന്നുണ്ട്. ഡസ് ഇറ്റ് മീൻ യു നെവർ ട്രൈഡ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. നെവർ ട്രൈഡ് എന്നല്ല, ഞാനിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഇത് ഒരു തവണ പോലും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ മദ്യത്തിനെ എതിർക്കുന്ന ഒരാളാണ്. കഴിക്കുന്ന ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ എന്നോട് വിയോജിക്കാം. പക്ഷേ മദ്യം ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ അസീസി പറയുന്നു, എനിക്ക് ബൊക്കെയൊക്കെ അയക്കുന്നുണ്ട്, എല്ലാം അയക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷ് ശ്രീകുട്ടി സന്തോഷമാണ് എനിക്ക് ഹലോ മനു എന്നൊക്കെ പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടിക്കും എൻ്റെ ഹലോ. കപിൽ വന്ന് എനിക്ക് ഹായ് തന്നില്ലെന്ന്. കപിലിന് 2 ഹായ് ഞാൻ തരികയാണ്. അപ്പോൾ കപിൽ എന്നോട് പിണങ്ങരുത്, ഇഷ്ടംപോലെ ഹായ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കപിലിന് ആവശ്യാനുസരണം എപ്പോൾ ചോദിച്ചാലും തരും. അപ്പോൾ കവണേടിയിലെ പണവും വാങ്ങിച്ച് സർക്കാർ നിർമ്മിച്ച വീടുകളെല്ലാം വിണ്ട് കീറി ചോർന്നൊലിച്ചു തുടങ്ങി. ഓണപോക്കിന് ഹെലികോപ്റ്റർ കൂടി കൊണ്ടുപോകാതിരുന്നാൽ കൊള്ളാം എന്നാണ് ജയകുമാറിൻ്റെ പരിഹാസം. അപ്പോൾ വൈ ഡു യു സോ മച്ച് പിള്ളൈ, ശശിധരൻ പിള്ളൈ, പ്രേമൻ ഒക്കെ. ഓക്കെ, അതൊക്കെ നമ്മുടെ ഷിജു എന്തൊക്കെ ചോദിക്കുന്നു. നല്ല ചെയ്താൽ കൈയടിക്കുന്നവരല്ല മനു സാർ, മണിമലയുടെ ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. നജ്മൽ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. നജ്മൽ കേൾക്കാൻ? നജ്മൽ, എന്റെ അഭിപ്രായത്തില് കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? ഇത് അങ്ങനെ ശബ്ദം വളരെ ഫീബിളാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അങ്ങ് കൊട്ടാരക്കരക്കാരനാണ്. കർണാടക എന്ന് എഴുതിയെന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. കൊട്ടാരക്കരയിൽ നിന്നല്ലേ വിളിക്കുന്നത്? അതെ, കൊട്ടാരക്കര. ഇന്ത്യയെ പോലെ ഒരു ബൃഹത്തായ രാജ്യം, ഇത്രയും ജനസമ്പന്നമായിട്ടുള്ള രാജ്യത്ത് പ്രതിസന്ധി നമ്മൾക്ക് ഊർജം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങുക എന്നല്ലാതെ മറ്റു രക്ഷയില്ല. അപ്പൊ ഇറാനെ പോലുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. അപ്പോ ഒരു ഇറാനുമായിട്ടുള്ള ബൈലാറ്ററൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക. അമേരിക്കയെ പോലെ അതായത് അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി, നിലവിലിരിക്കുന്ന വ്യക്തി, ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ത് തീരുമാനം എപ്പോൾ എടുക്കുമെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് അവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് മണ്ടത്തരമായിരുന്നു. ഇന്ത്യക്ക് ഒരിക്കലും ഇറാനെ പണയ്ക്ക് മുന്നോട്ട് പോവുക അസാധ്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ സഹായം ഇല്ലാതെ സാധ്യമല്ല. അവിടെ ആണല്ലോ റിസോഴ്സസ് ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതുപോലെ ഈ രാജ്യങ്ങളോട് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോവുക. ഈ ട്രംപ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ് ശ്രീ നജ്മൽ. ഏതായാലും ശ്രീ നജ്മൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാന് ഒരു പൊതുപ്രവർത്തകനാണോ? അല്ല, അതുമായിട്ട് ഒന്നുമില്ല. ഞാൻ പഠനം. അത് ശരി. ഞാൻ സംസാര ശൈലി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പൊതുപ്രവർത്തന രംഗത്തുള്ള ആൾ. ഏതായാലും അങ്ങയുടെ ആ ഒരു പ്രതികരണം വളരെ കറക്റ്റാണ്. അപ്പോൾ വളരെ സന്തോഷം അങ്ങയുടെ പ്രതികരണം ലഭിച്ചത്. സമയക്കുറവുകൊണ്ടാണ് ഒരു ദിവസം കൂടുതൽ വിശദമായി
പരിചയപ്പെടാം. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഒരു തീയതി കുറിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നു. ഒരു ഫ്രെയിം വർക്ക്, ഒരു കൃത്യമായ ഒരു മാനദണ്ഡം ഉറപ്പിക്കുന്നത് വരെ അമേരിക്കയുമായി ഒരു ചർച്ച ചെയ്യാൻ, ഈ പ്രശ്നപരിഹാരത്തിന് ചർച്ച ചെയ്യാൻ ഒരു ഡേറ്റ് തന്നെ നോക്കുന്ന കാര്യം ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററിൻ്റെ സെയ്ദ് ഖതീബ് സദേഹിൻ്റെ പുതിയ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നമുക്കൊരു തീയതി ഇനി കുറിക്കാനാകില്ല എന്ന് പറയുന്നു. അൽ ജസീറയാണ് ഈ വാർത്ത നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല ചാനലുകളും, അന്താരാഷ്ട്ര ചാനലുകളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്നത് ഇറാന് ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ നയതന്ത്രമായി പ്രശ്നപരിഹാരത്തിന് ഒരു വഴി ആലോചിക്കുമ്പോൾ അതിൽ അമേരിക്ക വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല, വിശ്വാസവഞ്ചന നടത്തുന്നു, അത്തരമൊരു രാജ്യത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ US അമേരിക്കൻ പോർട്ടുകൾ ഇപ്പോഴും ഉപരോധിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് മറുപടിയായിട്ടാണ്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരേ ഒരു പ്രശ്നം ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, അതായത് ഹോർമുസ് കടലിടുക്കിൽ 2 റൗണ്ട് വെടിവെപ്പുണ്ടായിരിക്കുന്നു. കപ്പലുകൾക്ക് നേരെയാണ്. അത് ആരുടെ ഭാഗത്തു നിന്നാണ്, ഏത് തരത്തിലാണത് വന്നത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, വിഷുവൊക്കെ ഗംഭീരമായോ? ശ്രീ റഷീദ് കൊയിലാണ്ടി, എങ്ങനെ വിഷു ആഘോഷമൊക്കെ ഗംഭീരമായോ എന്ന് ചോദിക്കാം. ഓ, അതൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച 2 വിഷയങ്ങളായിരുന്നു നിങ്ങൾ എടുക്കാന്ന് വിചാരിച്ചത്. ഒന്ന്, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ പാങ്ങ് സ്കൂളിൽ നിന്ന് പോയ അധ്യാപകരുടെ ദാരുണമായ അന്ത്യവും, അതൊരു ദുഃഖവാർത്തയാണ്. പക്ഷെ അതൊരു ചർച്ച ചെയ്യാൻ അതിലൊന്നും മനുഷ്യ മനസ്സുകളെ വല്ലാതെ പിടിച്ചുലച്ച ഒരു വാർത്തയാണത്. അത് കാണാൻ കഴിയുന്നില്ല, വാർത്തകളിലൊന്നും കാണാനും കേൾക്കാനും കഴിയാത്ത. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബില്ല് പരാജയപ്പെട്ടിട്ടല്ലോ പാർലമെന്റിൽ. അത് നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് എടുത്തില്ലെന്നേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ആ സമയത്തായിരുന്നല്ലോ. അന്ന് ഇന്നലത്തെ ചർച്ച ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നലെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കേട്ടില്ല. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, ഇന്നലെ നടന്നിട്ടുണ്ടല്ലേ. പക്ഷേ അത് വീണ്ടും എടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണല്ലോ. കാരണം പാർലമെന്റില് ഗവൺമെന്റ് പരാജയപ്പെടുക എന്ന് പറയുന്നതും അതൊരു വലിയ സംഭവമാണല്ലോ. അല്ല, പക്ഷെ അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അല്ല, ഇരു വിഭാഗവും അത് പിന്നെ രാഷ്ട്രീയ ആയുധം ആക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതെ, അല്ല, അത് പരാജയപ്പെടും എന്ന്. കാരണം ഇത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 3-2 ഭൂരിപക്ഷം വേണമെന്നും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഭൂരിപക്ഷത്തിലേക്കാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നാണ് നിങ്ങളത് തമാശയെ തള്ളിക്കളയേണ്ട കേട്ടോ. അങ്ങനെ പരാജയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവരൊരു ബില്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ രാഷ്ട്രീയ ലാക്കാണ് അത്. കാരണം വനിതാ സംവരണം എല്ലാവരും ആഗ്രഹിക്കുന്ന വനിതകളെ കയ്യിലെടുക്കാൻ വേണ്ടി തിരിയോന്നിപ്പോ എന്റെ ആശങ്ക UDF-ന്. അതെ, അതിനെ പ്രതിരോധം സൃഷ്ടിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയല്ല. ഏതായാലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പ്രതിരോധിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി ഒരു പ്രതിരോധം തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഡൽഹിയിൽ നിന്ന് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. വളരെ പരിഹാസ്യമായ രൂപത്തിൽ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കും പിന്നെ നരേന്ദ്രമോദിക്കും ഭാര്യമാരില്ല, അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് വരാം. അതായത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന രൂപത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങൾ. ആ 2 ദിവസങ്ങളിലും പ്രവാസ ലോകത്തുനിന്ന് കേട്ട ഒരു സന്തോഷത്തിന്റെ വാർത്തകളുമായിരുന്നു അറിയാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് വീണ്ടും സംഘർഷം കൂടുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. കാരണം ഈ ട്രംപ് വിചാരിക്കുന്ന ഈ ഹോർമോസ് കടലിടുക്ക് അമേരിക്കയിലാണെന്നാ? അമേരിക്കയിലല്ലോ, അല്ലല്ലോ. അത് ഇറാനിലല്ല, എന്റെ രാജ്യത്ത്, അതല്ലെങ്കിൽ എന്റെ പ്രദേശത്ത്, എന്റെ നാട്ടില്, എന്റെ വീട്ടിൽ, എന്റെ പറമ്പിൽ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ എന്താണ് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഓരോ ദിവസവും അഹംഭാവവും അഹന്തയും നിറഞ്ഞ പിന്നെ ധിക്കാരം നിറഞ്ഞ പ്രഖ്യാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും സമാധാനം അകലെയാവുന്ന രൂപത്തിലല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഒരു നയതന്ത്ര രീതിയിൽ ലോകത്തിന് ഒരു സമാധാനം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലല്ലോ സംഭാഷണവും പ്രഖ്യാപനങ്ങളൊന്നും വരേണ്ടത്. സമയക്കുറവ് കൊണ്ടാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി നമുക്ക് അടുത്ത ദിവസം വിശദമായി സംസാരിക്കുന്നത്. ധാരാളം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്
അപ്പോൾ അങ്ങയുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നു, അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്, റീഡ് മാക്സിമം കമൻറ്റ്സ്, സംടൈം ഓൾ കമൻറ്റ്സ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ഞാൻ പരമാവധി, കാരണം ഈ യൂട്യൂബിൽ പ്രതികരിക്കുന്ന പല ആളുകളും നമ്മളെ ഫോൺ ചെയ്തിട്ട് കിട്ടാത്തവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഒരു മാർഗ്ഗമെന്ന നിലയിൽ നമ്മൾ യൂട്യൂബ് കമൻറ്റ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഇപ്പോൾ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ പരമാവധി അതെല്ലാം വായിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നോട് കൃഷ്ണൻകുട്ടി പറയുന്നത്, മറ്റേ ഈ നല്ലത് ചെയ്താലും കൈയടിക്കാത്തവരല്ല മനുസാർ മണിമലയുടെ ആളുകൾ എന്ന് സുനിൽകുമാർ പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത്, ഇന്ത്യൻ രൂപയുടെ മൂല്യം 60 ആയിരുന്നപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി മൻമോഹൻ സർക്കാരിനെ പരിഹസിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അടുത്ത കാലമായി ചെയ്ത ഒരു നല്ല കാര്യം പറയൂ എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു തർക്കത്തിന് ഞാനില്ല, കാണുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് സുനിലിൻ്റെ മറുപടിയുണ്ട്. ഏതായാലും ഇറാനും ഇസ്രയേലും അമേരിക്കയും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളാണ്. നമ്മുടേതല്ലാത്ത വിഷയങ്ങളിൽ ഈ ശക്തികളെ പിണക്കാൻ ഇന്ത്യ തയ്യാറാകേണ്ടതില്ല എന്നാണ് എന്നോട് സെബീന സുൽഫി പറയുന്നത്. അത് വളരെ തന്ത്രപരമായൊരു നീക്കമാണ്. നമ്മൾ കുറേയൊക്കെ നമ്മുടെ കാര്യം നോക്കിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇതൊരു ലോക വിഷയമാകുമ്പോൾ ഇവിടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം, നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നൊരു അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷേ നമ്മളെല്ലാറ്റിലും കയറി അഭിപ്രായം പറഞ്ഞ് എല്ലാം കൂടി ആകെക്കൂടി കുഴഞ്ഞു മറിയുന്ന സാഹചര്യത്തിലേക്ക് വരുത്താതെ വളരെ മിതവും വളരെ കൃത്യവുമായ ചില പ്രതികരണങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ ആ നിലയ്ക്ക് പക്ഷേ സമാധാനത്തിനുള്ള ശ്രമങ്ങളിൽ നമ്മളും പങ്കാളികളാകുമെന്നാണ് പറയുന്നത്. ഷിജു കിരിയത്തുകാരൻ എന്നൊരു ഇംഗ്ലീഷുകാരൻ, അതേ ഇംഗ്ലീഷിൽ എഴുതുന്നു എന്നുള്ളതല്ലേ, അതിന് ഇംഗ്ലീഷുകാരൻ എന്നാണോ വിളിക്കുന്നത്? അദ്ദേഹം നമ്മുടെ പക്കാ മലയാളിയല്ലേ? അപ്പോൾ ആരാണ് നമ്മുടെ ശശിധരൻ പിള്ളയാണ്, ആരാ അത് പറഞ്ഞത്? ശശിധരൻ പിള്ള ഇംഗ്ലീഷുകാരൻ മലയാളത്തിൽ കമൻ്റ് ഇടും, അപ്പോൾ വായിക്കും. ഞാൻ മലയാളത്തിൽ നല്ല കമൻ്റ് ഇടുന്നത് കൊണ്ട് വായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലെന്നേ, നമുക്ക് ഏത് ഭാഷയിൽ അറിയാവുന്ന ഭാഷയിലൊക്കെ കമൻ്റ് ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷുകാരനൊക്കെ പരിഹസിക്കുന്നു ശശിധരൻ പിള്ളേ, കുഴപ്പമില്ല. ഓക്കെ, ബില്ല് പാസ്സാകില്ല എന്ന് തലയ്ക്കും മൂളയുള്ള ആർക്കും മനസ്സിലാവും. അതറിഞ്ഞുകൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്തൊരു ബില്ലാണിത് എന്ന് സുനിൽകുമാർ നമ്മുടെ റഷീദ് കൊയിലാണ്ടിക്കുള്ള മറുപടിയാണ്. ഹൗ ഡു യു മാനേജ് ടു റീഡ് മാക്സിമം കമൻറ്റ്സ് യു ഡു ഡിഡ് ബൈ യുവർ സെൽഫ് ഓർ ഗെറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം പ്രവീണ ചേച്ചി എന്നാണ്. എല്ലാ രഹസ്യങ്ങളും ഷിജു ഞാൻ ഇനി പുറത്തു വിടില്ല. ഏതായാലും പരമാവധി കമൻറ്റുകൾ വായിക്കാനുള്ള ശ്രമം തുടരും എന്ന് പറയുന്നു. കുറച്ച് മരം മുറിക്കും ഭരണഘടനാ ഭേദഗതി ബിൽ മുരളീധരൻ നായർ MN എന്നോട് പറയുന്നത്. ശശിധരൻ ചേട്ടനും മനു സാറിനും തമ്മിൽ ഒരു ഡീലുണ്ടോ എന്ന് എന്നോട് തമാശ ചോദിക്കുന്നത്. ഒരു ചെറിയ രഹസ്യ ഡീലുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് വരുന്നുണ്ട്. ഞാനത് ഒന്നും കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. മുജ്തബ ഖംനേയി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് മുജ്തബ ഖംനേയി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ടെലിഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നത്, മുജ്തബ ഖംനേയി പറയുന്നത്, ഇറാൻ്റെ നാവികസേന വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് ശത്രുക്കൾ വളരെ വളരെ കയപ്പേറിയ പരാജയത്തിന് തയ്യാറായിക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ അദ്ദേഹം നൽകുന്നു. അപ്പോൾ ഇറാൻ പിറകോട്ടില്ല എന്ന ഒരു സൂചനയാണ് അവിടെ നിന്ന് നൽകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇനി ഒരു ചർച്ചയ്ക്ക് തീയതി കുറിക്കുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഈ നിലയ്ക്കാണെങ്കിൽ എത്ര കണ്ട് പരാജയപ്പെടും എന്ന ഒരു സംശയം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ദൗത്യ സംഘം ഇറാൻ സന്ദർശിക്കും എന്ന വിവരങ്ങൾ അതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. സെബീന എന്നോടൊപ്പം, ശ്രീമതി സെബീന തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീമതി സെബീനയുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി, ടെലിഫോൺ വിളിച്ച് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഇടയ്ക്ക് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും കമന്റുകൾ ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്. അതെ, കോള് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ കമന്റ് ഇടുന്നത്. ഇതില് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്തുകൊണ്ട് മീഡിയേറ്റർ ആകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ, എനിക്ക് തോന്നുന്നത് ഇന്ത്യ ക്ഷണിച്ചാൽ പോലും അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കത്തില്ല എന്നാണ്. കാരണം എന്ന് വെച്ചാല് രണ്ടുപേരുടെ ആവശ്യങ്ങൾ, അമേരിക്കയുടെ ആവശ്യം വെച്ചാല് ഇറാൻ അവരുടെ ആണവ ശക്തികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ആണവ നിരായുധീകരണം എന്നാണ് പറയുന്നത്. യുറാനിയം എൻറിച്ച്മെന്റ് തടയുക, ഇതൊക്കെയാണ് പ്രധാനമായി. പക്ഷെ ഇറാന്റെ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്ക എല്ലാ ഉപരോധവും നീക്കിയിട്ട് അവരെ ഒരു സ്വതന്ത്ര ശക്തിയായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരിക്കലും ഒരു ഇക്വിലിബ്രിയത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ലെബനനിലെ അവരുടെ സഖ്യശക്തികളെ ആക്രമിക്കരുത് എന്നൊക്കെയുള്ള ചില നിബന്ധനകൾ കൂടി അതിന്റെ ഭാഗമായി വരുമോ എന്ന് അവരെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണം. അതെ, അപ്പൊ ഇന്ത്യ ഒരിക്കലും തന്നെ ഇതില് മധ്യസ്ഥനായിട്ട് ഇരുന്നിട്ട്
ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറയുന്നതാണല്ലോ മീഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് മീഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ ആവശ്യങ്ങൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ ആ മീഡിയേഷൻ അവിടെ വർക്കൗട്ട് ആവത്തുള്ളൂ. അപ്പൊ ഇത് ഒരിക്കലും തന്നെ നടക്കുന്ന കാര്യവുമല്ല. കാരണം ഒരു മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു കസേര ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതല്ല. രണ്ടുപേരെയും ഒരു വിട്ടുവീഴ്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മീഡിയേറ്റർ ചെയ്യേണ്ടത്. ഒരിക്കലും ഇവർ രണ്ടുപേരും ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥത, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത് ഏറ്റെടുക്കാത്തതും. കാരണം ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഈ ചൈനയും റഷ്യയും ഒക്കെ ഇറാനെയാണ് പിന്തുണയ്ക്കുന്നത്. മറുഭാഗത്താണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഉണ്ട്. ഇത് രണ്ടും രണ്ട് ചേരിയിലാണ്. അപ്പോൾ മധ്യസ്ഥനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ റഷ്യയോ അമേരിക്കയോ പിന്തുണയ്ക്കേണ്ടി വന്നാലും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തുള്ളവരെ നമുക്ക് പിണക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇതിൽ ഇടപെടാത്തതെന്നാണ്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആകാൻ ശ്രമിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇന്ത്യക്ക് ഇതുകൊണ്ട് നമുക്കും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഇതിപ്പോ. ശരി, വ്യക്തമാണ് അഭിപ്രായം. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഭർത്താവിനെയൊക്കെ എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കണം. ശ്രീമതി സെബീനയാണ് പ്രതികരിച്ചത്. അപ്പോൾ ബെന്നി എന്നോടൊപ്പം ചേരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ ബെന്നി, കേൾക്കാമോ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ നമസ്കാരം. ഇന്നത്തെ വിഷയം സാറേ, ഹോർമോസ് കടലെടുക്ക് അടച്ചു പൂട്ടി നമ്മൾ തുറന്നു. ഈ ഒരു ചർച്ച നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ലോക രാഷ്ട്രങ്ങളിലെ അടക്കി ഭരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ അതിന്റെ തലവന്മാർ ചെയ്യുന്ന നീതിയുക്തമല്ലാത്ത പ്രവർത്തനത്തെ ഓരോ രാഷ്ട്ര തലവന്മാരെ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പൊതുവേദിയിൽ? ഇവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല? അത് ആ ഒരു ചർച്ചയല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് നമുക്ക് ആ ചർച്ചയിലേക്ക് വന്നുകൂടാ? എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ലോകരാഷ്ട്രങ്ങളെ ഓരോ ലോകരാഷ്ട്രങ്ങൾ, ഓരോ ലോക തലവന്മാരെ ഓരോ നയതന്ത്രങ്ങൾ എടുത്തതിന്റെ പേരിൽ ലോകത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ലോക സാമ്പത്തികത്തെ തകർക്കുന്ന ആരുടെ ഭാഗത്താണ് ഈ വീഴ്ച വന്നിരിക്കുന്നതെന്നല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അത് ആരുടെ തെറ്റ്? അതിന് നമുക്ക് എന്ത് പോകാൻ വഴി? നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നു. നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഈ ലോക സമാധാനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി എന്നും നിലകൊണ്ട ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന രാജ്യം എന്തുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിന്മാറുന്നു? അത് സ്വന്തം എന്റെ പോക്കറ്റ് എന്നറിയണം. ആ ഒരു നമുക്കൊരു ചേരിചേരാ നയം എന്നത് നമ്മൾ എത്രയോ കാലമായി പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലം തൊട്ടുള്ളതാണല്ലോ. ലോകശക്തികളായി മാറുമ്പോൾ ലോകശക്തികളിൽ സമാധാനത്തിന്റെ ദൂതൻ എന്ന നിലയിൽ എന്നും ലോകത്ത് നിലകൊണ്ട ഇത്രയും വലിയ ക്രൂരമായ ലോകത്ത് നടപാടുന്ന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യക്ക് അതിലൊരു നല്ലൊരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? ഇന്ത്യ അതിൽ നിന്ന് അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യക്ക് നല്ലൊരു സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൂടാ? ഇന്ത്യക്ക് കഴിയുമായിരുന്നല്ലോ. ഇന്ത്യക്ക് അതിന് ഇന്ത്യക്ക് സാധിക്കുന്ന കാര്യമാണത്. പക്ഷെ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറുന്നത്, അതായത് സ്വന്തം പോക്കറ്റ് അങ്ങനെയല്ല. ഇതിലിപ്പോ ആരുടെയും സ്വന്തം പോക്കറ്റല്ല. ഇതിൽ കുറച്ചൊരു ഗൗരവത്തോടു കൂടി വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാനിത് പല കേന്ദ്ര ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മധ്യേഷ്യയിൽ ഇന്ത്യക്കാരായ ഒരുപാട് ആളുകൾ അവിടെ പ്രവാസികളായുണ്ട്. അപ്പോൾ ഈ ആക്രമണമൊക്കെ പ്രവാസികൾ ധാരാളമുള്ള രാജ്യങ്ങളിലേക്കാണ് നടന്നത്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം സമാധാനം വരണമെന്ന് ആഗ്രഹിക്കുകയും അവരുമൊക്കെയായി സംവാദം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു അൾട്ടിമേറ്റ് ആയ ഒരു സമാധാനത്തിലേക്ക് എത്താൻ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു ഫോർമുല വരുമ്പോഴാണ് നമ്മൾ അതിൽ ഒരു മീഡിയേഷൻ ശ്രമിക്കേണ്ടത്. മറ്റത് അത് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ലോക രാജ്യങ്ങളുടെ തലവന്മാര് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയാണ്. അങ്ങനെ മനസ്സിലായിട്ടില്ല. ഇന്ത്യൻ ഡോക്ടർ ജയശങ്കർ അവിടെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാങ്ചിയുമായി ചർച്ച നടത്തുന്നു. നരേന്ദ്രമോദി മറ്റു പല നേതാക്കളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തുന്നു. പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ രണ്ടു വിഭാഗവും നമ്മളെ ഒരു മധ്യസ്ഥരായി അംഗീകരിച്ച് ഇതിന് നടുവിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കാതെ ഞാൻ മധ്യസ്ഥം ചെയ്തോളാം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു നയതന്ത്ര രീതിയല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം പാകിസ്ഥാൻ ഇതൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ പറയുന്നു നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരില്ല, അതിനൊരു ഡേറ്റ് ഞങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കപ്പലുകൾ തടയുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശക്തി പാകിസ്ഥാൻ പോലത്തെ ഒരു രാജ്യത്തിനുണ്ടോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ വന്നു. അവരുടെ ക്രെഡിബിലിറ്റി എന്ത് എന്ന് ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ പോലുള്ളവർ ചോദിച്ചു. പക്ഷേ ഏതായാലും പാകിസ്ഥാൻ അതിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. ആദ്യഘട്ടം പരാജയപ്പെട്ടു. രണ്ടാം ഘട്ടവും ഇപ്പോൾ അവർ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് ചർച്ചകൾ നടത്താമെന്ന് പറയുന്നു, പരാജയപ്പെടും എന്ന് ഇറാൻ പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതല്ല. സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രഥമ പരിഗണന ഈ സംഘർഷ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കാതെ, ഇന്ത്യൻ ജനതയെ ബാധിക്കാതെ നോക്കുക എന്ന കാര്യത്തിന് ആദ്യത്തെ പരിഗണന കൊടുത്തുകൊണ്ടാണ് രാജ്യം പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ പ്രയോറിറ്റി നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഞാനിതാ പറഞ്ഞത്, ഭൂമി മുഴുവൻ കത്തിക്കാളുമ്പോൾ, കത്തിയേരിയുന്ന സമയത്ത് ലോകത്തെ, അതായത് ലോകത്തിലെ എല്ലാ മനുഷ്യനും ഭൂമി വിഭജിക്കപ്പെട്ടതാണ്. അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് ഈ നേതാക്കന്മാർ ചെയ്യേണ്ടത്. അപ്പോൾ ആ കൈമാറാനുള്ള ജനങ്ങളെ സംരക്ഷിക്കേണ്ട നേതാക്കളാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് എങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഭൂമി നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയത്തില്ലല്ലോ. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ പരിമിതികളും കൂടി അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനേ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അങ്ങ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നമ്മളും സമാധാനത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തണം എന്ന കാര്യം അങ്ങയോടൊപ്പം ഞാൻ. സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഇന്ത്യ ഒളിച്ചിരുന്നതിൽ അർത്ഥമില്ല സാറേ, ഒളിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ മുന്നോട്ട് തന്നെ വരണം. നമ്മൾ ലോകരാജ്യത്തിന് മുന്നിൽ നമ്മൾ മുന്നിൽ വരണം. നമ്മൾ കൈയിട്ട് വാരാതെ നമ്മൾ മുന്നിട്ട് പറയാനുള്ള തന്റെ ഇടം നമുക്ക് ഇന്ത്യക്ക് കാണിക്കണം. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ എന്നോടൊപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, സമയം കഴിയാറായി, ചുരുങ്ങിയ വാക്കുകളിൽ. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. സമയമില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. വേറെ ഒന്നും പറയാനല്ല, ഇനിയിപ്പോ സമയത്ത് തന്നെ പറയണേ. പിന്നെ ഈ ഭ്രാന്ത് പിടിച്ച ട്രംപിന്റെ അടുത്ത് ഒത്തുതീർപ്പിന് പോകാൻ വേണ്ടി നരേന്ദ്രമോദിയെ കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആനെ കൊണ്ടുനടക്കും പോലെയാണ് ഇപ്പൊ ട്രംപിനെ മേയ്ക്കാൻ കൊണ്ടുനടക്കുന്നത്. സീറ്റ് കൊടുക്കാനും എല്ലാം കുളിപ്പിക്കാനും എല്ലാത്തിനും കൊണ്ടുനടക്കുന്ന സ്വന്തം പാപ്പാനെ തന്നെ കുത്തിക്കൊല്ലുന്ന ആനകളെ കണ്ടിട്ടില്ലേ, ഭ്രാന്തളവിക്കുന്ന അതേ അനുഭവമാണ് ഇപ്പൊ ട്രംപിന്റെ അവസ്ഥ. ഈ ഈ പിന്നെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് എന്റെ അടുത്ത് ഒത്തുതീർപ്പിന് പോയിട്ട് നാണം കിടാനൊന്നും നരേന്ദ്രമോദിയെ കിട്ടില്ല. അത് ബെന്നിക്ക് അറിവിടാത്തതാണ്. മറ്റുള്ള ഏത് രാജ്യങ്ങൾ ഇടപെടുന്നു, ചുമ്മാ ഒന്ന് രണ്ട് പ്രസ്താവനകൾ ഇറക്കണം എന്നല്ലാതെ ആരും നേരിട്ട് ഇടപെടാനൊന്നും പോകുന്നില്ല. വ്യക്തമാണ്. അപ്പോൾ സമയം കുറവ് കൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ശശിധരൻ പിള്ള ഇവിടെ എന്തോ പിണങ്ങുന്നുണ്ട്. ഷിജുവിന് ആത്മസംതൃപ്തി ലഭിക്കുമെങ്കിൽ ഇനി ഞാൻ കമൻ്റ് ഇടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശശിധരൻ പിള്ള ഈ കുഞ്ഞു കുട്ടികളെ പോലെ വഴക്കുണ്ടാക്കാതെ ഇവിടെ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ പൊതുവേദി പ്രേക്ഷകർ ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ചെറിയ കാര്യത്തിന് ഞാൻ ഇനി കമൻ്റ് ഇടില്ല എന്ന് പറഞ്ഞ് വഴക്കടിച്ച് പോകുന്ന നയം ശരിയല്ല. നമ്മൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ആശയം ആളുകൾക്കിടയിൽ ഉണ്ടാകുകയും അതൊരു സമ്മർദ്ദമായി വരികയും ചെയ്യും എന്നതാണ്. അപ്പോൾ സമാധാനത്തിനാണ് ഒരു ശ്രമം. അതാണ് സുനിൽകുമാർ പറയുന്നു, ലീവ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മിസ്റ്റർ ശശിധരൻ പിള്ള, യു മസ്റ്റ് എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ വൈ കമൻറ്റ്സ്, വി അപ്രിഷിയേറ്റ് ഇറ്റ് എന്ന് ഷിജു എന്നോട് പറയുന്നു. എനി ഹൗ ശശിധരൻ പിള്ള ഈസ് നൗ പാസിംഗ് അബ്യൂസീവ് കമൻറ്റ്സ് ലൈക്ക് അതേഴ്സ് വി ലവ് ദാറ്റ് എന്ന് പറയുന്നു. It's not passing. Okay. Anyway, Shashidaran Pillai is not passing any abusive comments like others. We love that എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും പ്രശ്ന പരിഹാരമായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊതുവേദിയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ BJPക്കാർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ CPI കൗൺസിലറുടെ ഡീലിനെ പറ്റി ചർച്ച വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് ജയകുമാർ. നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇലക്ഷൻ്റെ അന്ന് മതം പറഞ്ഞ് വോട്ട് പിടിച്ചതോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നുണ്ട്. സുരേഷ് നായർ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ട്രംപ് ഇന്ന് അടിക്കും, നാളെ തുറക്കും, അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമില്ല, പക്ഷേ എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് സുരേഷ് നായർ പറയുന്നു. അപ്പോൾ സെബീന വളരെ നന്നായി സംസാരിക്കുന്നു, അഭിനന്ദനങ്ങൾ എന്ന് ശശിധരൻ പിള്ളൈ പറയുന്നുണ്ട്. അങ്ങനെ വോട്ട് പിടിക്കുന്നവരോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, സുനിൽ അദ്ദേഹത്തെ ഒഴിവാക്കുക തന്നെ വേണം എന്ന് പറയുന്നു. മുരളീധരൻ നായർ ഉണ്ട്, സുനിൽകുമാറും ഒക്കെ അതിനെ പിന്താങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് ശശിധരൻ പിള്ള പറയുന്നു മണിമലയെ കാണാനില്ലാത്തതിന് ഇന്ന് 4:55 വരുമെന്ന്. അതാ വന്നേക്കുന്നു കേട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അങ്ങേ അന്വേഷിക്കാൻ 4:55 വരുമെന്നാണ് പറയുന്നത്. ഏതായാലും 4:53 വന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, സമയം കഴിഞ്ഞു. എന്തായാലും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ കഴിഞ്ഞ 10 മിനിറ്റായി കാത്തിരിക്കും, അറിയാമോ? അത് ശരി. അത് പക്ഷേ ഇവർക്ക് അറിയുന്നില്ല. ഇവർ പലരും പറയുന്നത് 55 ഇപ്പോൾ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ കമന്റിൽ കാണാലോ, അങ്ങേക്കും കാണാലോ. അതെ, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സബീന പറഞ്ഞതിനോട് ചോദിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാല് നമ്മള് മുന്നിട്ടിറങ്ങണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പറയുന്നത് മോഡി തന്നെ നേരിട്ട് പോയി ഒരു മീഡിയേറ്റർ ആവണമെന്നല്ല. മോഡിക്ക് മീഡിയേറ്റർ അല്ലെങ്കിൽ ഇന്ത്യക്ക് മീഡിയേറ്റർ ആവാൻ പറ്റില്ലെങ്കിൽ മീഡിയേറ്റർ ആവാൻ പറ്റുന്ന ആളെ കണ്ടുപിടിക്കുകയെങ്കിലും വേണം. കാരണം പ്രശ്നം പരിഹരിക്കണ്ടേ? അതാണ് ചെയ്യാത്തത്. എന്ന് മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല ഇതുവരെ. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് എന്തുമാത്രം സാമ്പത്തികമായും മറ്റു രീതിയിലും രാജ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിറകടുപ്പിലാണ് ഇപ്പൊ പലരും ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത്. ഭക്ഷണം കിട്ടാനില്ല. മെനുവിലെ പല കാര്യങ്ങളും ഒഴിവാക്കി ഹോട്ടലുകളൊക്കെ. ചിലതൊക്കെ അടച്ചു, പ്രവർത്തിക്കാൻ വയ്യാതെയായി. സാധനങ്ങൾക്ക് വില കൂടി. ഇങ്ങനെ ഏതെല്ലാം രീതിയിലാണ് ജനം ബുദ്ധിമുട്ടുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നൊരു ചർച്ചയെങ്കിലും വെക്കണ്ടേ മോഡി? പാർലമെന്റ് വിളിച്ചുകൂട്ടി ഇന്നലെ കാണിച്ച നാടകങ്ങളൊക്കെ ഇന്നലെ ചെയ്യേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
അതിലും പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് എന്താണ്, ട്രംപ് ആര് പറഞ്ഞാലും കേൾക്കില്ല. ട്രംപ് ഇപ്പൊ ഏറ്റുമുട്ടിയേക്കുന്ന മാർപ്പാപ്പയോടല്ലേ. അതിനേക്കാൾ വലിയൊരു മത മേലധ്യക്ഷൻ ലോകത്തുണ്ടോ? സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും അങ്ങ് വ്യക്തമാണ്. 10 മിനിറ്റ് കാത്തു നിന്നതിൽ ദയവായി ക്ഷമിക്കണം. അപ്പോൾ ഏതായാലും അങ്ങയുടെ പ്രതികരണം വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഫോറിൻ മിനിസ്റ്ററുടെ പ്രതികരണം വന്നിരിക്കുന്നു. ബാദർ അബ്ദൽ ടി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. സമാധാനത്തിന് വേണ്ടി തീവ്ര ശ്രമം നടത്തുന്നു അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ എന്ന് പറയുന്നു. വരും ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു പ്രത്യാശ ആന്റിലെ ഡിപ്ലോമസി ഫോറം തുർക്കിയിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ലോകം മുഴുവൻ ഈ പ്രശ്നം കൊണ്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കടുത്ത ശ്രമം നടത്തുന്നു എന്ന് ഈജിപ്ത് പറയുന്നു. ഏതായാലും എണ്ണ വിപണനം പുനരാരംഭിക്കാനുള്ള ശ്രമം നടത്തും എന്ന് ഇറാനും പറയുന്നുണ്ട്. ഏതായാലും പക്ഷേ ഹോർമുസിലെ ഈ സാഹചര്യം അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ അതൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, അതൊരു പ്രാദേശിക തർക്കം എന്നതിലുപരി ലോക സാമ്പത്തിക സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഇറാൻ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച് കപ്പൽ ഗതാഗത നിയന്ത്രണം കർശനമാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ഓയിൽ ടാങ്കറുകൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസം നൽകുന്നു. കൂടുതൽ കപ്പലുകൾ കടന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. സാഹചര്യം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഉപരോധ നിലപാട് കടുപ്പിക്കുകയും ഇറാൻ അതിന് മറുപടിയായി നിയന്ത്രണം ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണി അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. നയതന്ത്ര ചർച്ചകൾ വഴി ഈ പ്രതിസന്ധി നിയന്ത്രിക്കാനാകുമോ, അതോ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ലോകത്തെ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ? അറിയില്ല. ന്യൂസ് 18 പൊതുവേദി ഇന്നിവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.